ഹലോ ലേഡീസ് ആൻഡ് കണ്ണാടിയോടെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇന്ന് നമ്മളൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾ ഫ്രഷ് ആയിരിക്കും. അപ്പം എന്തൊരു ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എന്തൊരു സെയിൽ നടക്കാൻ പോവുകയാണ് കേട്ടോ. സൂപ്പർ സമ്മർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് S25 അൾട്രയുടെയൊക്കെ വില കുറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ EMI ഓഫർ, ബാങ്ക് ഓഫറിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഇപ്പോൾ സാംസങ്ങിനെ അങ്ങനെ ഞാൻ പറയാറില്ല. അപ്പോൾ നമ്മളെന്തായാലും വഴി വന്ന സ്ഥിതിക്ക് ഞാൻ അടുത്ത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സാധനം കാണിച്ചു തരാവേ. ഈ മൗസ് ലോജിടെക്കിൻ്റെ Pro X2 സൂപ്പർ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഈ സാധനം വെറും 20,000 ഉള്ളൂ. നമുക്ക് ഗെയിമിംഗ്, നിങ്ങളൊരു പ്രോ ലെവൽ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇത് മെന്നിയാണ് വാങ്ങിച്ചത്, നമ്മുടെ റൈസറിൻ്റെ വൈപ്പർ. ഈ സാധനം കിടിലമാണ്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒപ്റ്റിക്കൽ സ്വിച്ചസൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് റെസ്പോൺസ് കൂടുതലാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് സാധനമൊക്കെ വെച്ച് വരുന്ന സാധനമാണ്. ഞാൻ വാങ്ങിക്കാൻ വെച്ചിരുന്നതാണ്, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്. എന്തിനാണ്. അപ്പോൾ എനിക്ക് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ S25 അൾട്ര നല്ലൊരു ഫോണാണ്. പക്ഷേ നമ്മുടെ ഈ ലൈൻ വരുന്ന ഇഷ്യൂവും പിന്നെ അവന്മാർ ഇതിലായിട്ട് അതിനെപ്പറ്റി വാറക്കാത്തതിൻ്റെയും കാരണമാണ് ഞാനിതൊന്നും ഇപ്പോൾ സജസ്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ വല്ലതും സജസ്റ്റ് ചെയ്തിട്ട് വല്ല ഇപ്പോൾ ത്രികോണ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലാത്ത വശം ഫോൺ തന്നെയാണ് കേട്ടോ, അതിലൊന്നും പറയാനില്ല. അതിപ്പോൾ S25 അൾട്ര ആയിക്കോട്ടെ, ഇപ്പോൾ ഇറങ്ങി S26 അൾട്ര ആയിക്കോട്ടെ, ഫോൺസ് ആർ നൈസ്, സോഫ്റ്റ്വെയർ നൈസാണ്, One UI. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ M70 വരുന്നുണ്ട് 13,000-ന്. ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 നോ ഷേക്ക് ക്യാമറ, OIS എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫ്, വല്ല കൂതറ ചിപ്സെറ്റും ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. OnePlus Nord C6 ഉടനെ വരും. നല്ല ഫോണാണ് കേട്ടോ. സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വില എത്രയായിരിക്കും എന്നൊരു പിടിയുമില്ല. ഒരു 30,000-നൊക്കെ അവന്മാർ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാലും പണ്ട് 25,000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് Nord CE5 ഒക്കെ. Nord CE5 ഈ വർഷം മേടിച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല ഫോണാണ്. പിന്നെ iQOO Neo 10 നല്ല ഫോണാണ്. 8s Gen 4 ഒക്കെ വെച്ച് പറഞ്ഞ് നല്ലൊരു ഫോണായിരുന്നു. ഇതിൻ്റെ അവരെ പുതിയ കളറാണ്, വെള്ള കളർ. പക്ഷേ ഒരുപാട് പേര് ഇതിൽ ഫോഗിങ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ iQOO Neo 10 അധികം സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ അയൺമാൻ പോക്കോയുടെ ഈ സാധനം പോക്കോ X8 Pro നല്ല ഫോണാണ്. ഏകദേശം 2 ക്യാമറയേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ഡിമെൻസിറ്റി 8500 ചിപ്സെറ്റൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല ഫോണാണ്. ഈ അയൺമാൻ എഡീഷന് വില കൂടുതലല്ല, പക്ഷേ അല്ലാതെ മേടിക്കും 32,000 രൂപയേ ഉള്ളൂ. വിച്ച് ഇസ് ലൈക്ക് ഇത് നോക്കും 35,000 രൂപയാണ്. 35,000 രൂപയ്ക്ക് ഞാൻ പറയില്ല, ഈ വലിയ ഇതൊന്നുമില്ല. ഈ സെയിം പ്രൈസിന് നിങ്ങൾക്ക് Nord 5 കിട്ടും, കുറച്ചും കൂടെ Nord 6 കിട്ടും, ഇത് കിട്ടും, നത്തിങ് 4 കിട്ടും നിങ്ങൾക്ക് 32,000-ന് 30,000-നൊക്കെ. ഇത് ഭയങ്കര ഒരു പെർഫോമൻറ്റ് ഓറിയൻറ്റഡ് ഫോണല്ല, എന്നാൽ പോലും നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള വളരെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ക്യാമറയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നത്തിങ് 4 നത്തിങ് 4 നല്ല ഫോണാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ 3A എടുക്കണോ 3A Pro എടുക്കണോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇതെടുക്കാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഫോണിൽ UFS സ്റ്റോറേജ് 2.1 ആണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ റെഡ്മിയുടെ A7 Pro അതൊക്കെ വില കുറഞ്ഞ ഫോണാണ്. iPhone 16 വില കുറയുന്നുണ്ട്. iPhone 16 നല്ല ഓപ്ഷനാണ്. എടുക്കുകയാണെങ്കിൽ 256 എടുക്കാൻ ശ്രമിക്കുക. 128 നിങ്ങളുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്കൊരു സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഒരു വലിയ പരിപാടിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 256 മിനിമം വേണം അവിടെ. അതാണ് മലയാളം. എന്തിനാണെങ്കിലും നല്ല ഫോണാണ്. ഇപ്പോൾ iPhone 16 ആണ് വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിങ് ഫോൺ ലാസ്റ്റ് ഇയർ ആൻഡ് ദിസ് ഇയർ ഓൾസോ. പിന്നെ നമുക്ക് Narzo 100 ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൺ വരുന്നുണ്ട്. M56 പിന്നെയും കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. 21,999-ന് കുഴപ്പമില്ലാത്ത ഒരു സാധനമാണത്. Nord 6 നല്ല ഫോണാണ്. ഈ പ്രൈസും നല്ലതാണ്. ഇതിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ അതീതും നല്ലതാണ്. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷൻ. Nord 6 ഭയാനക ബാറ്ററി ലൈഫാണ്. 9,000 mAh ബാറ്ററി. അത് തന്നെയാണ് അതിൻ്റെ സെല്ലിങ്ങും മെയിൻ പരിപാടിയും. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും എല്ലാ രീതിയിലും Nord 6 നല്ലതാണ്. iQOO 15 നല്ല ഫോൺ തന്നെയാണ്. iQOO 15-നെക്കാട്ടിൽ നിങ്ങൾക്ക് OnePlus കഴിഞ്ഞ വർഷത്തെ OnePlus 13R എടുക്കുക, നല്ല ഫോണാണ്. ടെക്നോ പോപ്പ് എക്സ് ഇതൊക്കെ ഏതാണ്, ലാവ ബോൾഡ് എന്നോട് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിവിടെ iQOO Neo 10 37,000 രൂപ OnePlus Nord CE വരുന്നുണ്ട്. Vivo X300 FE വില കേട്ട് ഞെട്ടി കാണും എല്ലാവരും. ഞാനും ഞെട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം X200 FE 55,000 രൂപയ്ക്കും 50,000-നും ഇറക്കിയിട്ട് ഈ വർഷം അവന്മാർ X300 FE
വിവോ X300 കാട്ടിലും വില കൂട്ടി ഇറക്കി, അതായത് 80,000 രൂപ. എനിക്കത് മനസ്സിലായില്ല അതിൻ്റെ ലോജിക്ക് ഏത് വഴി കൂടെയാണ് ചിന്തിക്കാനുള്ളതെന്ന്. നിങ്ങളത് ആലോചിക്കുകയാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതായത് ആ X300 സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്ററാണ് X300 FE കാട്ടിലും. സെയിം കോമ്പാക്ട് സൈസാണ്. പിന്നെ ഈ പുണ്ണാക്ക് എന്തിനാണ് അവന്മാർ 80,000 ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലേ ആവില്ല. അവിടെ ഏതോ ഒരു എന്തൊന്നും അടിച്ച് കയറ്റിയിട്ട് എന്തോ ഇട്ട പ്രൈസിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ നോഡ് C6 ലൈറ്റ് വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഫോണാണ്. 20,000 25,000 രൂപ ആവുമായിരിക്കും. അത് പണ്ട് 19,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഫോണാണ് അത്. പക്ഷേ LCD ഡിസ്പ്ലേ ഒക്കെയാണ് കേട്ടോ, 7000 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട്. X300 അൾട്ര ഇറങ്ങുന്നുണ്ട്, നല്ല കത്തിയായിരിക്കും, 1,50,000 രൂപ ഫോർ ഷുവർ ആയിരിക്കും. അതിലൊന്നും യാതൊരു പേടിയും ആരും വെക്കണ്ട. അപ്പോൾ അത് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. S25 അൾട്ര S60 ഞാൻ പറഞ്ഞ്. Z Fold 7 1,67,000. ഞാൻ ഉമ്മാക്ക് മേടിച്ച് കൊടുത്ത സെയിം സാധനമാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾഡബിൾ സാധനത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിലും ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ നടുകിരിക്കുന്ന സാധനം പോട്ട. അതിലൊന്നും ഒരു ഗ്യാരൻറ്റിയും വാറണ്ടിയൊന്നും അവന്മാർ തരില്ല. iQOO 50 നല്ല ഫോണാണ്, 66,999 നല്ല ഫോണാണ്. ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് iQOO 50. ഇതായിരിക്കുന്നു, വളരെ നല്ല ഫോണാണ്. പക്ഷേ ഇപ്പോൾ ഈ iQOO 50 അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്, അതെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല ഫോണാണ്, നല്ല ക്യാമറ, നല്ല സോഫ്റ്റ്വെയർ, നല്ല പെർഫോമൻസ്, എല്ലാ രീതിയിലും ഗെയിമിങ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. ഫോർ 66,999 ഇറ്റ് ഈസ് നൈസ്. പക്ഷേ ഈ 66,999 മറ്റേ ബാങ്ക് ഓഫേഴ്സാണ്. ഞാൻ പറയും നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ഓഫർ പരിപാടി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. പിന്നെ OnePlus 13 കിടിലം ഫോണാണ്, 64,999. ആൻഡ് ഈ വിലയ്ക്ക് 16GB 512GB വിലയാണ് കേട്ടോ ഇത്. സൂപ്പർ, ഇൻക്ലൂഡിങ് ഓഫർ. ഏത് ഓഫറുടെ എന്തൊരു ഓഫർ, 71,000 തന്നെയാണ് ഇപ്പോഴും വില. നല്ല ഫോണാണിത്. എൻ്റെ ബെസ്റ്റ് ഫോൺ ഓഫ് 2025 ആയിരുന്നു ഈ ഫോൺ, iPhone 13 OnePlus 13. കിടിലം ഫോണാണ്. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വില കുറയും. അല്ലാത്ത വശം ഇവന്മാരാരും നിങ്ങൾക്കൊന്നും ഇനി ഫ്രീ ആയിട്ട് ഒന്നും കാശ് കുറച്ച് തരൂല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും തരൂല. iPhone 15 വേണമെങ്കിൽ എടുക്കാം. 13s നല്ല ഫോണാണ്, 46,999 നല്ല പ്രൈസുമാണത്. iQOO 15R ഞാൻ നേരത്തെ പറഞ്ഞ്. iQOO Z11 5X അതിനെക്കാട്ടിലും കഴിഞ്ഞ വർഷത്തെ Z10X നല്ലതാണ്. iQOO Z10X ജസ്റ്റ് LCD ഡിസ്പ്ലേ ഉണ്ടെന്നേ ഉള്ളൂ, കുറച്ചും കൂടെ ഫാസ്റ്റർ ഫോണാണത്. നല്ലൊരു ഓപ്ഷനാണ് ഈ സാധനം. പിന്നെ Narzo 90, Redmi Note 15 കുഴപ്പമില്ല. Redmi Note 15 22,990 കുഴപ്പമില്ല. പിന്നെ നമുക്ക് Narzo, iQOO Z10 ലൈറ്റ്, ഇതൊക്കെ ഈ Z10 ലൈറ്റ്, Galaxy 70, A7 എന്തൊരു പ്രോ, ഇതൊക്കെ ഏത് വാങ്ങിച്ചാലും ഒരേ സാധനമാണ്. പെട്ടെന്ന് അടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ പെർഫോമൻസും കാണില്ല, ഒന്നും കാണില്ല. ഇതെല്ലാം മറ്റേ ഈ 20,000 താഴെ വരുന്ന ഫോണുകളാണ്. ആ 20,000 താഴെയുള്ള ഫോണുകൾക്കൊക്കെ ആ ഒരു മറ്റേ സെറ്റപ്പ് മാത്രം നോക്കിയാൽ മതി. ഉള്ള 1,35,000 രൂപയ്ക്ക് iPhone Air ആര് വാങ്ങിക്കാനാണോ എന്തോ. വാങ്ങിക്കണവനെയൊക്കെ ഞാൻ ഒന്ന് ബഹുമാനിക്കും കേട്ടോ ആ പ്രൈസിങ്. ബിക്കോസ് കുറച്ചും കൂടെ കാശിട്ട് കഴിഞ്ഞാൽ എൻ്റെ 17 Pro Max എടുക്കുക, നിങ്ങൾ നോക്കിയാൽ മതി. ഇത് 1 TB ഒക്കെ തന്നെ, എന്നാലും 1,01,000 രൂപയാണ്. 256 GB 1,01,000 ഉള്ള പ്രൈസ്. വേറെ തൊഴിലില്ല ഇതൊക്കെ വാങ്ങിക്കുക. അപ്പം ഇതൊക്കെയാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ നല്ല ഫോണുകൾ. ഞാൻ കുറച്ചും കൂടെ നോക്കാം, നമുക്ക് എന്തെങ്കിലും ഇത് സൂപ്പർ ഫോണാണ്. V70 വിവോ V70 5G നല്ലതാണ്. ഇതും നല്ലതാണ്. V70 Elite എന്ന് പറഞ്ഞിട്ട് അവന്മാരൊരു ഫോണുണ്ട്, അതും നല്ല ഫോണാണ്. പക്ഷേ ഇത് 50,000 രൂപ. V70ക്കും വില കൂട്ടിയാടെ അവന്മാർ. പക്ഷേ എൻ്റെ പൊന്നളിയാ 45,000 രൂപയല്ലായിരുന്ന 256 GB 50,000 രൂപയെന്ന് വില കൂട്ടിയേട്ടാടേ. അതാണ് സംഭവം. ഈ V70 Eliteന് 55 ഉള്ളൂ. V70 Eliteൻ്റെ വിലയും കൂട്ടിയാ. വിവോ എല്ലാത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ട് കേട്ടാ, പുല്ല്. പിന്നെ ഏതാ ഈ ഫോണുകളൊന്നും ഇല്ല. ഇത് ജെട്ടിയൊക്കെ കാണിക്കണതിനാണ്. എഡ്ജ് ഫ്യൂഷൻ, ഇത് മോട്ടോറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ OnePlus 15R നല്ല ഫോണാണ്. പക്ഷേ ഈ 15Rനെയും കാട്ടിലും ബെറ്റർ ഓപ്ഷൻ എനിക്ക് 13R ആണ് ഫീൽ ചെയ്തത്. പിന്നെ നത്തിങ് 3A ലൈറ്റ് ഉണ്ട്, ഒരു ക്ഷീണം പിടിച്ചൊരു ഫോണാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ Realme 16 Pro Plusന് 50,000 രൂപ എന്ന് ആടാ 16 Pro Plus 50,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പോണ? സ്നാപ്ഡ്രാഗൺ 7 Gen 4
എൻ്റെ വില ഇപ്പോൾ കൂടി. എൻ്റെ പൊന്നാളിയ ഇവിടെ 40,000 രൂപ തന്നെ അത് ഓവറായിരുന്നു. 50,000. എൻ്റെ പൊന്നു മക്കളെ ഇതൊന്നും വാങ്ങിക്കല്ലേ ഈ പ്രൈസിന്. എൻ്റെ പൊന്നാളിയ ആരടാ ഇത് വാങ്ങിക്കണം? ഒന്നും പറയാനില്ല. X300 Pro 1,09,000 സെയിം പ്രൈസ് തന്നെ. പിന്നെ 15R വില കൂട്ടി 52,000. എടാ 40,000 കിടന്ന ഫോണാണ് ഇതൊക്കെ. Pixel 10 മേടിക്കരുത്, ശോകമാണ്. S24 60,000. എന്താ സംഭവം? എന്താ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. 50,000 കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണിനോ? എൻ്റെ പൊന്നാളിയാ, ഇതൊക്കെ ആരെങ്കിലും അബദ്ധത്തിൽ വാങ്ങിക്കുന്നവന്മാരെയൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഒന്നും പറയാല്ല കേട്ടോ എനിക്ക്. T5X 5G കുഴപ്പമില്ലാത്തൊരു ഫോണാണ്, വലിയ ഗുണമൊന്നുമില്ല. എൻ്റെ പൊന്നെ എല്ലാത്തിൻ്റെ വില കൂടി കേട്ടാടേ. ശോകം തന്നെ. Z11X ഡിമെൻസിറ്റി വില കൂട്ടിയത്. Z10X ഭയങ്കര വില കുറവായിരുന്നു, നല്ല ഫോണുമായിരുന്നു അത്. Nord 6 ഞാൻ പറഞ്ഞു. Pixel 6 അതൊക്കെ ആര് വാങ്ങിക്കാൻ? അതൊക്കെ ഏത് ഫോണുണ്ട്? ലാവ ബോൾഡ് N1. P4 നല്ല ഫോണാണ് കേട്ടോ. റിയൽമി P4 നല്ല ഫോണാണ്. ഇത് ഈ പ്രൈസിന് നല്ലൊരു ഓപ്ഷനാണ്. ദിസ് തിങ് ഇസ് നൈസ്. പിന്നെന്താ F37 ദൈവത്തിന് ഓർത്തെടുക്കരുത്. വിലയൊക്കെ കുറച്ചവന്മാർ. എന്നാലും എന്തൊക്കെ കാണണോ എന്തോ. ഇത് Oppo K14X ദൈവത്തിന് ഓർത്തെടുക്കരുത്. ഗാലക്സി F07 ഇതൊക്കെ ഏത് ഫോണാണ്? Narzo 80 Pro കുഴപ്പമില്ലാത്തൊരു സാധനമാണത്. പക്ഷെ ഇതിനെക്കാട്ടിലും ഇതും കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പിന്നെ 15R വാച്ച് ഇതിനൊക്കെ 27,000 രൂപ. Nord 6 ഇത് Nord 6 ഉള്ള വേറെ ഫോണൊന്നുമില്ല. ഇതാണ് Vivo T4 25,000 രൂപയ്ക്ക്. കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. വൻ സംഭവമൊന്നുമല്ല, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫോൺ. പോക്കോ X8 Pro Max 54,000 രൂപ. എടേ എല്ലാത്തിൻ്റെ വിലയും കൂട്ടിയടേ. എൻ്റെ അമ്മോ. Vivo T4 Proയിനെയും കാട്ടിലും Nothing 4 ഒക്കെ എടുക്കണതാണ് നല്ലത്. ഈ സാധനത്തിനെയും കാട്ടിലും 7 Gen 4 ചിപ്സെറ്റൊക്കെയാണ്. കുഴപ്പമില്ല. 3x പെരിസൂം ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ ഈ T4 Pro. പക്ഷേ ഇതിനാണെന്ന് തോന്നുന്നു UFS സ്റ്റോറേജ് 3.1 ആണോ? നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം ഡീസൻറ്റ് ഫോണാണ്, കുഴപ്പമില്ല, നമുക്ക് മേടിക്കാം. ഇത് വിവോയുടെ T4 Pro അത്യാവശ്യം നൈസാണ്. പിന്നെ അത് റിയൽമി GT6 ഒക്കെ പഴയ ഫോണാണ്. ആൾഡ് വേറെ ഇത് ഫോണുകളായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഫോണായിട്ട് കാണിക്കൂലേ. K30 വില കൂട്ടി. കഴിഞ്ഞ വർഷം ഇറക്കിയ ഫോൺ 19,000 രൂപ ഇരുന്ന ഫോണിന് 25,000 രൂപയായി. ഏത് ഈ സാധനം? എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. നല്ല ഫോണായിരുന്നു അത്. 25,000 രൂപ. 19,999 രൂപ കിടന്ന സാധനം. നോ കമൻസ്. റിയൽമി P4 പവർ 10,000 mAh ഫോൺ വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ ഐറ്റമാണ് ഈ പ്രൈസിന്. നല്ല അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസും നല്ലൊരു ഫോണാണ് കേട്ടോ അത്. പിന്നെ Z10 ഒക്കെ ഇരിക്കണം. P4 പവറിൻ്റെ ഓറഞ്ച് കളർ കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പെക്സ് 80,000 രൂപ. ഈ കളർ ഇതാണ് ഞാൻ പറഞ്ഞ iQOO 15. പക്ഷെ പൈസ കൂട്ടി കേട്ടോ. പക്ഷേ കളറുണ്ട്, ഭയങ്കര രസമാണത്. നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. കിടിലം ഫോണാണ്, കിടിലം.
പിന്നെ 3A Pro ഉണ്ട്, പക്ഷേ വില കൂടി. ഈ 3A Proൻ്റെ സെയിം പ്രൈസാണ് 4A എടുത്താൽ മതി. സെയിം അത്യാവശ്യം ഏറെക്കുറെ സെയിം പെർഫോമൻസും എല്ലാം ഉണ്ട്. നത്തിങ് 4A Pro 50,000 രൂപയാക്കി. ഇതൊക്കെ ഇന്നലെ വില കൂട്ടിയത് ഇതിനൊക്കെ ഇതിനാണോ എന്തോ. സാംസങ്ങിൻ്റെ ചാർജറിന് 1799 രൂപ. സിഗ്നേച്ചർ, മോട്ടോറോള സിഗ്നേച്ചർ 56,000 രൂപയായി. 45,000 രൂപയിൽ വന്ന സാധനമാണിത്. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തോന്ന് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക്? വേണ്ട, വിവോ S20 ഗാലക്സി S26 79,000 രൂപ. ആ പ്രൈസിനൊക്കെ വേറെ ഫോണുണ്ട് കേട്ടോ. 79,000 രൂപ സമയത്ത് നിങ്ങൾക്ക് OnePlus 15 എടുക്കാം, നിങ്ങൾക്ക് വിവോ X300 എടുക്കാം, നിങ്ങൾക്ക് iQOO 15 എടുക്കാം. പിന്നെ ഇത്രയും ഫോണുകളുണ്ട്, വിച്ച് ഇസ് വേ ബെറ്റർ ദാൻ ദാറ്റ് ഫോൺ. Pixel 10 70,000 രൂപ. നല്ല ഫോണാണ്, പക്ഷേ ഇതിൻ്റെ ഒരു പെർഫോമൻസും ക്യാമറയൊന്നും പോരാ ആ പ്രൈസിന്. അതാണ് പ്രശ്നം. അവിടെയും കോമ്പറ്റീഷൻ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ. പിന്നെന്തൊരു ഇതിൻ്റെ അകത്ത് വല്ലതും കിടപ്പുണ്ടോ? ഫ്ലിപ്കാർട്ടിൽ വല്ല ഫോണും കിടപ്പുണ്ടാടേ. നെവർ അവന്മാരെന്തോ സെയിലുമായിട്ട് വരണുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഐഫോണിലാണ് വില കുറവ്. ഈ സാധനം എനിക്ക് ഈ AI+ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വിവരം എനിക്ക് അറിയണം. പുതിയ എന്തോ ഒരു ഇന്ത്യൻ കമ്പനിയാണ്, ചൈനക്കാരന്മാരെന്ന് അച്ചടിച്ചിട്ട് ഇവിടെ വേറെ പേരിൽ ഇറക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ മഹത്വമൊന്നുമില്ല. മോട്ടോറോള G35 12,000 രൂപ, കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. K14 ഇവിടെ 17,000 രൂപയുള്ളൂ. K40 എടുക്കല്ല കേട്ടോ ദൈവത്തിനകത്ത്. കഴിഞ്ഞ വർഷത്തെ K13 എടുക്കുക, K14 ഒരിക്കലും എടുക്കരുത്. P3 Ultra 23,000 രൂപ, നല്ലതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ P3 Ultra നല്ല ഫോണാണ് കേട്ടോ. Dimensity 8350 ചിപ്സെറ്റ്, ഈ പ്രൈസ് കൊള്ളാം. 24,000 രൂപ, ഇത് നല്ല ഫോണാണ്. ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് ഫോൺ, ഡീസൻറ്റ് മുക്കാണ്. ഇവിടെ T5 Proന് 28,999, നല്ല ഫോണാണ് കേട്ടോ ഇത്. ഈ വിവോ T5 Pro. പോക്കോ F7 കഴിഞ്ഞ വർഷം ഇറങ്ങിയ 31,999. ഓക്കെ, വലിയ ഗുണമൊന്നുമില്ല. ഇത് രണ്ടും ഇറങ്ങാൻ പോവുകയാണ്, ഇന്നാണ് ലോഞ്ചിങ്. വിവോ X300ഉം X300 Ultrയും. iPhone 17ൻ്റെ വില 71,900 രൂപ. നല്ല ഫോണാണ്. ഇതിൽ നിന്നും വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ ജിമിട്ട് ഐറ്റമാണ് കേട്ടോ. എഡ്ജ് 60 Pro ഇത് നല്ല ഫോണാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്, നല്ല ഫോണാണ്. പിന്നെ P4 പവർ 23,000. പിന്നെ S25ന് 56,999, കഴിഞ്ഞ വർഷം ഇറങ്ങിയ. എഡ്ജ് 60 ഫ്യൂഷന് 19,000, നല്ല ഫോണാണ് ഈ പ്രൈസിന്. പക്ഷെ 19,000-ന് കിട്ടാനായിട്ട് മറ്റേ ഇത് വേണം, ഏത് ഇല്ല ഞാൻ പറഞ്ഞ സാധനം, ബാങ്ക് ഓഫർ. പിന്നെ Reno 14 നല്ല ഫോണാണ്, പ്രൈസ് കഴിഞ്ഞ വർഷത്തെ സെയിം പ്രൈസ് തന്നെ, നല്ല ഫോണാണ് കേട്ടോ അത്. Reno 14 നല്ല ഫോണാണ്, നല്ല ക്യാമറയൊക്കെ നോക്കണവർക്ക് നല്ല ഫോണാണത്. ഇതിൻ്റെ വേറെ പ്രൈസിന് Nothing 4Aയും അത്യാവശ്യം സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. സോറി, Nothing 4A. സോ ഇതല്ലെങ്കിൽ Nothing 4A എടുക്കുക നിങ്ങൾക്ക്. പിന്നെ ഇത് വിവോ X200T നല്ല ഫോണാണ്. ഇതിൻ്റെ വില ചിലപ്പോൾ 50,000 രൂപ ആവുമെന്ന് ഞാൻ കേട്ടായിരുന്നു. ദിസ് ഇസ് ആക്ച്വലി എ വെരി നൈസ് ഫോൺ. ഓക്കെ, S25 FE 50,000-ന് താഴെ വരും. Nothing 4A 31,999, 40,000 രൂപയാണ് കിടക്കുന്നത്. 12GB. Nothing 4Aയുടെ പ്രൈസാണ് 40,000 രൂപ. എന്തോന്നടേ ഇതൊക്കെ നടക്കണം ഇവിടെ. ഔട്ട് ഓഫ് സ്റ്റോക്ക് 128 ഒക്കെ. 37,999 8GB 256. വില കൂടി, 34 എന്തോ ആയിരുന്നത്, വില കൂട്ടിയടേ. സാധനങ്ങളെയൊക്കെ വില കൂടണടേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എഡ്ജ് 70 Pro, പോക്കോ X8 Pro Max. Maxന് ഇത്രയേ ഉള്ളൂ. മറ്റേത് 32,000 രൂപയേ ഉള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെ വിലയൊക്കെ കൂട്ടി അടിച്ചടേ, വൻ ശോകം തന്നെ. ഞാൻ എന്തിട്ട് ചെയ്യുമെന്നോ. നല്ല ഫോണാണ് പോക്കോ X8 Pro. X8 Pro 28,999, 30,000-ന് താഴെ കിട്ടും. നല്ല ഫോണാണ് കേട്ടോ ഇത്. ഗെയിമിങ് മാത്രമല്ല, പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ. ഈ സാധനത്തിനെ പറ്റി എനിക്ക് ഒരു പിടിയുമില്ല. സിഗ്നേച്ചറിന് ഇവിടെ 52,900, ഇത് എത്ര ഉള്ളൂ. ആമസോണിലാണ് ഇപ്പോൾ വില കൂടുതൽ. അല്ല, ഇതിൻ്റെ ഒഫീഷ്യലി വില കൂടി, 57,499. ഇത്രയും വിലയൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങിയ സമയം 45,000 ആയിരുന്നു. പോയി, എല്ലാം പോയി. പിന്നെ എനിക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതാണ് നോട്ട് ഡെലിവർ ഇൻ യുവർ ലൊക്കേഷൻ, ഇതാണ് കാണിക്കുന്നത്. എന്നെ തേച്ച് അവന്മാർ. എനിക്കോട് ഒരുപാട് പേർക്ക് ആ പ്രശ്നം സെയിം കാണും.
ഐഫോൺ 17 പ്രോൻ്റെയൊക്കെ വില ഞാൻ 58,900 രൂപയ്ക്ക് ഐഫോൺ 16 കൊള്ളാം. 15 51,900, 17 60,900. നല്ല ഫോണാണ് കേട്ടോ. ഈ പ്രാവശ്യം ഇറങ്ങിയ 17 കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ബെറ്റർ ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സാധനം. അപ്പോൾ ഒരു ഐഫോൺ വേണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 16 എടുക്കാനാണ്. ബിക്കോസ് 2 ക്യാമറ പറഞ്ഞുണ്ട്, ഇതിൽ പറഞ്ഞേ വരുള്ളൂ. പക്ഷേ എന്നാലും ഭയങ്കര ആക്രാന്തമാണെങ്കിൽ മേടിക്കുക. 15 പ്രോയിന് 25,000 രൂപ. നല്ല ഫോണാണത്. റിയൽമി 15 പ്രോ ഇസ് ആക്ച്വലി ഗുഡ്. നമുക്ക് ടെലിഫോട്ടോ കിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്യാമറ കിട്ടും. 13 അൾട്രയ്ക്ക് 23,000, നല്ല ഫോണാണ്. P4 പ്രോ നല്ല ഫോണാണ്. ഇത് നല്ല ഫോണാണ് ഈ സാധനം. ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ. ഗെയിമിങ്ങിനും നല്ലൊരു ഫോണാണ്. ഈ പ്രൈസിന് നല്ലൊരു ഫോണാണിത്. പക്ഷേ 128 GB ഉള്ളൂ, അതാണ് ആകെ ഉള്ളൊരു ഇഷ്യൂ. 256 GB എന്താ ഇത് ഓലി എന്തിനാവട്ടെ. 256-ന് 27,000. പക്ഷേ നല്ല ഫോണാണ് കേട്ടോ അത്. ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ. P4 പ്രോ 14 റെനോ 14 ഒക്കെ ഞാൻ പറഞ്ഞു. ടെർബോ ഇതും കുഴപ്പമില്ല. K13 ടെർബോ ഓക്കെ. പെർഫോമൻസ് നോക്കുന്ന രീതിയിൽ ഈ പ്രൈസിന് നല്ലതാണ്. പക്ഷേ ഈ പ്രൈസിൽ കിട്ടണം 27,000 രൂപയ്ക്ക്. ഐക്യു നിയോ 10R ഉണ്ട് കേട്ടോ. അതിപ്പോൾ കിട്ടാനില്ലെന്നാണ് ഞാൻ കേട്ടത്. നല്ല ഫോണാണ്. ഓപ്പോ K13 ഞാൻ നേരത്തെ പറഞ്ഞില്ല, 20,000 രൂപയ്ക്ക് ഇറങ്ങിയ സാധനമാണ്. ഇത് നല്ല വിലയാണ് കേട്ടോ K13. പക്ഷേ 128 GB 256 വേണമെങ്കിൽ ഇത് കൊടുക്കണം. മറ്റേ 20,000 രൂപ ഉള്ളായിരുന്നുള്ളൂ. വില കൂട്ടി എന്തൊരു കഷ്ടം. F36 ഒന്നും എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ എന്തിനാണോ എന്തോ, ഇതൊക്കെ ഏതോ പോക്കോലെ ഫോണുകൾ. ശരി, ഓക്കെ. അപ്പം അങ്ങനെ നത്തിങ് 4 വില കൂടിയാണ് എല്ലാ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫോണുകളൊക്കെ നല്ലതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോണുകളുടെ വില പിന്നെയും കൂടി 5,000, 2,000, 4,000 ഒക്കെ വെച്ച്. അൺഫോർച്ചുനേറ്റാണ്. നമ്മൾ പറയും ഇപ്പോഴത്തെ ഈ ഒരു SSD റാമിൻ്റെ ഇഷ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മറ്റേ സെയിലിന് വില കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, നടക്കൂല, പണിയാണ്. സോ എത്രയും പെട്ടെന്ന് വേണ്ട. F25 FE ഒക്കെ അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ ഈ പ്രൈസിന്. 45,000 40,000 കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ്. S25 നല്ലതാണ്, പക്ഷേ അറിയാമല്ലോ വലിയ മാറ്റമൊന്നുമില്ല. S24 എടുക്കണത് 25 എടുക്കണേക്കെ 56,000. ഇത് നല്ല ഫോണാണ്. X200T ഇസ് എ റിയലി ഗുഡ് ഫോൺ. നിങ്ങളൊരു 60,000-ന് താഴെ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഫോണാണത്. പിന്നെ T5 പ്രോ നല്ല ഫോണാണ്. എഡ്ജ് 60 പ്രോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഈ ഫോൺ നല്ലതാണ്. ബാറ്ററി ലൈഫിന് P4 പവർ നല്ലതാണ്. 4 നല്ലതാണ്. 32,000 രൂപയ്ക്ക് 30,000-ന് കിട്ടിയ അത്ര നല്ലത്. iPhone 17 കിടിലുമാണ്. ഈ ഫോണിനെ പറ്റി എനിക്ക് വലിയ പിടിയില്ല. പക്ഷേ ഒരുപാട് പേര് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 60 പ്രോ. പക്ഷേ ഇവരെ സർവീസിൻ്റെ കേസ് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി വലുതായിട്ട് എടുക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് നല്ല ഫോണെന്ന് ഇത് പറയുന്നുണ്ട് കേട്ടോ ഇൻഫിനിക്സിൻ്റെ. പിന്നെ അങ്ങനെ പിക്സലിൻ്റെയൊക്കെ ഫോണുകളൊക്കെ കിടപ്പുണ്ട് 60,000-ന്. ഇത് പ്രോബ്ലം ഓഫ് പിക്സൽ ഹാസ് വെരി ഗുഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. പക്ഷേ ഈ പ്രൈസ് ജസ്റ്റിഫൈയേ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. എസ്പെഷ്യലി ഈ 10 കുഴപ്പമില്ല. പക്ഷേ 10 ഞാൻ പറയാം, നിങ്ങൾ ഒരിക്കലും ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാത്തതോ അല്ലെങ്കിൽ പെർഫോമൻസിനെ വലിയ ചോദ്യം ചെയ്യാത്ത, ക്യാമറയൊക്കെ അത്യാവശ്യം മറ്റേ ഈ കാണുന്നത് മാത്രം ക്യാപ്ചർ ചെയ്യാൻ നടക്കുന്നവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത പക്ഷം ബാക്കിയുള്ള കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പം പോരാ. അപ്പോൾ അതൊക്കെയാണ്. S25 എഡ്ജൊക്കെ 70,000 രൂപ കിടക്കുന്നു പാവങ്ങൾ. മെലിഞ്ഞ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാം കേട്ടോ. വലിയ ഗുണമൊന്നുമില്ല. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ എനിക്കെന്തോ ഫോൺ വളയണ പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ തിരിച്ച് തട്ടി. പിന്നെ S25 FE നല്ല ഓപ്ഷനാണ് ഈ ഒരു പ്രൈസിന്. സോ റെനോ 40 നല്ല ഫോണാണ്. ഇതൊന്നും മേടിക്കരുത്. 14 ഓപ്പോ K14 K40X ഒന്നും കൊള്ളൂല. 13 നല്ലതായിരുന്നു, പക്ഷേ അവർ വില കൂട്ടി. അപ്പോൾ അതൊക്കെയാണ്. 2 സ്ഥലത്തും എന്തൊക്കെ സെയിൽ കിടപ്പുണ്ട്. എന്തിൻ്റെ പേരിലാണ് സെയിൽ എന്നൊക്കെ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ വില കൂട്ടിയിട്ട് ഒരുമാതിരി 5,000 രൂപ കൂട്ടിയിട്ട് 1,000 രൂപ കുറച്ച് തരുന്ന ഒരു പരിപാടിയാണല്ലോ. അതാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ശോകമാണ് അവിടെ, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഈ വർഷം അടുത്ത വർഷമായിട്ട് ഫോണുകൾ അത്ര ആവശ്യമുള്ളവർ മാത്രം മാറ്റുക, അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ഈ ഫോണിൽ സ്പെക്ക് തന്നെ അവന്മാർ മുക്കണുണ്ട്, അവന്മാരെ തോന്നിയാസത്തിന്.
അപ്പോൾ പിന്നെ എല്ലാം കണക്കാണ്. അതുകൊണ്ട് ഉള്ളവരുള്ള ഫോൺ വെച്ച് തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഇത് വല്ലപ്പോഴും ഇതിൻ്റെയൊക്കെ ഈ റാമിൻ്റെയും കോമിൻ്റെയൊക്കെ വില കുറയുകയാണെങ്കിൽ ഇതൊക്കെ വീഴും. AI ബബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുറയും. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥയെന്ന് നോക്കുക. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഫോൺ എടുക്കാൻ ശ്രമിക്കുക. ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇനി അങ്ങോട്ട് ഒരു ഭയാനകമായിട്ടുള്ള ഡിസ്കൗണ്ടോ അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ബിക്കോസ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് മൊബൈൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഓവറോൾ സെയിൽ തന്നെ ഇന്ത്യയിലും ബാക്കിയുള്ളിടത്തൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ യാ, ഐഫോൺ ഈ വർഷം വില കൂട്ടും. ഇപ്പോൾ ഈ കാണുന്ന വിലയൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്ന ഐഫോൺ. അപ്പോൾ എന്താണെങ്കിലും ശോക അവസ്ഥയാണ്. മാക്സിമം കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ SBIയുടെ കാർഡ്, ആമസോണിൻ്റെ ICICIയുടെ കാർഡ്, ആമസോണിലുള്ളവർ ICICIയുടെ കാർഡ് എടുക്കുക. SBI എന്ത് നോക്കിയാലും SBI നല്ലൊരു ഓപ്ഷനാണ് കാർഡ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് കിട്ടൂടെ. അല്ലാത്ത പക്ഷം നടക്കൂല കേട്ടോ. വൻ ശോകം, വൻകിട ശോകം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഞാൻ നല്ല ഫോണുകളായി ഞാൻ ചിന്തിക്കുന്ന ഫോണുകൾ ഇതൊക്കെയാണ്. നിങ്ങൾക്കും അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. മേടിച്ചവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. ബട്ട് നത്തിങ് ഗ്രേറ്റ് ഇൻ മൈ ഒപ്പീനിയൻ. മോശം തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റാമിൻ്റെയും കോമിൻ്റെയും പ്രൈസിൻ്റെ സീനാണ്. ഇത്രയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ മറ്റേതൊക്കെ 50,000 രൂപ എന്നായിരുന്നു പോലും ഞാൻ അറിഞ്ഞില്ല. എന്തിനാണെങ്കിലും കൊള്ളാടെ. ശരി എന്നാൽ.